MP കെ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അംഗീകരിച്ചിരിക്കുകയാണ്. എത്രമാത്രം ആശ്വാസകരമാണ്? ഇനിയുള്ള തുടർ നടപടികളൊക്കെ എത്രമാത്രം വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും വയനാട് ദുരന്തം ഉണ്ടായതിന് പിറ്റേ ദിവസം തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് അതിതീവ്ര ദുരന്തമായിട്ട് അതിനെ പ്രഖ്യാപിക്കണമെന്നോ ആവശ്യമായിട്ടുള്ള സഹായം നൽകണമെന്ന്. പക്ഷേ ഗവൺമെന്റ് വളരെ താമസിച്ചാണെങ്കിൽ പോലും ആ തീരുമാനം എടുത്തു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ആവശ്യം, കേരളത്തിലെ MP മാരുടെ ആവശ്യം അത് അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ നിർബന്ധിതമായി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എന്തായാലും അത് നമ്മുടെ കേരളത്തിന് വളരെയധികം ആശ്വാസമാണ്. പ്രത്യേകിച്ചും നമ്മുടെ വയനാട് ദുരന്തത്തിൽ പെട്ട ആളുകൾക്കും ആ ദുരന്ത മേഖലയ്ക്കുമൊക്കെ തന്നെ വലിയൊരു സഹായമായിട്ട് മാറും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുക. ഇനി ഉള്ള നടപടികൾ, അതായത് ഈ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ എത്രമാത്രം വേഗത്തിൽ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും? സംസ്ഥാന ഗവൺമെന്റ് അത് ഇപ്പോൾ അതിനെ സ്ഥലമെടുക്കാനും അതുപോലെ പുനഃസ്ഥാപിക്കാനും വേണ്ട നടപടികൾ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിനും കൂടി സഹായം ഉണ്ടാകുമ്പോൾ ആ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായും വേഗത്തിലും നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. വളരെയധികം നന്ദി ശ്രീ കെ രാധാകൃഷ്ണൻ MP ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്.